ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്നുള്ള ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ. അതിൽ കുറച്ച് ഇക്വേഷൻസ് അറിഞ്ഞാൽ നമ്മൾ ആ ചാപ്റ്റർ മൊത്തം വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു കഴിയും. നിങ്ങളെ മെയിൻ എക്സാമിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും. അപ്പൊ ഇതിനു മുൻപേ നമ്മൾ എന്ത് കണ്ടിട്ടുണ്ടായിരുന്നു? ഏരിയ, ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനും അതേപോലെ തന്നെ ആ ഒരു ഏരിയ കണ്ടുപിടിച്ചുകൊണ്ടുള്ള രണ്ട് പ്രോബ്ലംസ് വളരെ സിമ്പിൾ ആയിട്ട് എന്നെ കൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വേറൊരു ഇക്വേഷൻ ആയിട്ടാണ് വന്നത്. വേറൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ക്വാഡ്രിലാറ്ററൽ തന്നെയാണ്. ക്വാഡ്രിലാറ്ററൽ ഒരുപാട് ക്വാഡ്രിലാറ്ററൽസ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ സ്ക്വയർ പഠിച്ചിട്ടുണ്ടായിരുന്നു, റെക്ടാംഗിൾ പഠിച്ചു, പാരലലോഗ്രാം പഠിച്ചു, റോംബസ് പഠിച്ചു. അതേപോലെ പുതിയൊരു തരം നിങ്ങൾ മുന്നേ പഠിച്ച കാര്യം ആയതുകൊണ്ട് തന്നെ കുട്ടികളോട് പറയണ്ട, പുതിയൊരു തരം പേരൊക്കെ ആയിട്ട് എന്റെ കുട്ടികൾ പഠിച്ചൊരു കാര്യമാണ് എന്ത്? ട്രപ്പീസിയം എന്ന് പറഞ്ഞ ഒരാളല്ലേ. അപ്പൊ ട്രപ്പീസിയത്തിന് ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്റെ കുട്ടികൾ എന്ത് ചെയ്യരുത്, അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഈ മിസ് ചെയ്യരുത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് റെഡി ആയിക്കോളൂ. അങ്ങനെയാണെങ്കിൽ ട്രപ്പീസിയത്തിന്റെ രണ്ട് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം എന്റെ കുട്ടികൾ എന്നെ ചെയ്യും, അതെനിക്ക് ഉറപ്പാണ്. ആദ്യത്തെ ചോദ്യം മിസ് കാണിച്ചു തരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്റെ കുട്ടികൾ എന്താ മതി, ശ്രദ്ധിച്ച് ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ റെഡി ആണെങ്കിൽ ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ഒരു ചിത്രത്തിനകത്തുള്ള ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ട്രപ്പീസിയത്തിന് എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ? എന്റെ കുട്ടികൾ നോക്കിയാൽ കാണാം എന്തൊക്കെ തന്നിട്ടുണ്ടടാ. രണ്ട് പാരലൽ ആയിട്ടുള്ള സമാന്തരമായിട്ടുള്ള ലൈൻസിന്റെ നീളങ്ങൾ അല്ലെങ്കിൽ ലെങ്ത് അവിടെ തന്നിട്ടുണ്ട് ഇല്ലേ. അപ്പൊ ഇതാ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നെയാണ് ട്രപ്പീസിയം എന്ന് പറയാം. കാരണം 4 സൈഡ്സ് ഉണ്ട്. അതിനെ നമ്മൾ 2 ട്രയാങ്കിൾസ് ആയിട്ട് ഇവിടെ എന്താക്കുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതെന്റെ കുട്ടിക്ക് എന്താവാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ ട്രപ്പീസിയത്തിന് അവിടെ ശ്രദ്ധിച്ചാൽ എന്റെ മക്കൾക്ക് മനസ്സിലാവും. 2 ട്രയാങ്കിൾസ് ആയിട്ട് അതിനെ മുറിക്കുമ്പോ അതിലൊരു ട്രയാങ്കിൾ അല്ലെ. ഇവിടെ താഴെ കാണുന്ന ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാ? അതിനൊരു സ്പെഷ്യൽ പേരുണ്ട്. എന്താ? ഇവിടെ 90 ഡിഗ്രി വരുന്നത് കൊണ്ട് അതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കും, ഒരു മട്ട ത്രികോണം ആയിരിക്കും. അപ്പൊ 2 ട്രയാങ്കിൾസിന് അത് ഞാനൊന്ന് ചുമ്മാ എന്റെ കുട്ടികളൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. ആ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് എന്നുള്ള കാര്യം അവിടെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിന്റെ ഏരിയയിലേക്ക് എന്റെ കുട്ടിക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഇവിടെ ആരൊക്കെ തന്നിട്ടുണ്ട്? ഇവിടെ സമാന്തരമായിട്ടുള്ള 2 വരകള്, പാരലൽ ആയിട്ട് വരുന്ന 2 ലൈൻസ് തന്നിട്ടുണ്ട്. മറ്റെന്തെങ്കിലും തന്നിട്ടുണ്ടോ? അപ്പൊ നമുക്ക് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ അല്ലെ, ഒരു ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിരിക്കണം. പക്ഷെ ഇവിടെ കൊടുത്ത ആകെയുള്ള 2 കാര്യങ്ങള് ഇവിടെയുള്ള 2 പാരലൽ ലൈൻസും അതേപോലെ തന്നെ അതിന്റെ ഒരു വികരണവും മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലെ. ആ ഒരു ചതുർഭുജത്തിന്റെ, ആ ഒരു ട്രപ്പീസിയത്തിന്റെ വികരണം മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ഒരു ഇക്വേഷനിലേക്ക് ആദ്യം എന്റെ കുട്ടികളൊന്ന് ഓർമ്മപ്പെടുത്താൻ മാത്രം. കാരണം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ചാപ്റ്റർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് പഠിച്ച മക്കളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇക്വേഷൻ എന്തായിരുന്നു എന്റെ കുട്ടിക്ക് ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ട്രപ്പീസിയത്തിന്റെ ഇക്വേഷൻ. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഡിസ്റ്റന്റ് ആയിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അതാ ഇവിടെ കാണുന്നത് ഒരു കുഞ്ഞു ട്രപ്പീസിയമാണ് അല്ലെ. ആ ട്രപ്പീസിയത്തിന് ഇവിടെ 2 പാരലൽ ലൈൻസ് തമ്മിൽ ഉണ്ടാവുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് അത് ഡിസ്റ്റൻസ് ഡി എന്നാണ് സൂചിപ്പിച്ചത്. പക്ഷെ ഇവിടെ മിസ് ഹൈറ്റ് എന്നാണ് എടുക്കുന്നത്. 2 രീതിയിൽ എടുത്താലും ഒരു കുഴപ്പമില്ല. ഡിസ്റ്റൻസ് ആയിട്ട് ഡി എടുത്താലും കുഴപ്പമൊന്നുമില്ല, ഹൈറ്റ് ആയിട്ട് എച്ച് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇതാ ഇവിടെ 2 പാരലൽ ലൈൻസ് ഉണ്ട്. ആ 2 പാരലൽ ലൈൻസിന്റെ ഇടയിലുള്ള ദൂരമാണ് ഇവിടെ ഹൈറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് എന്ത്? ഹാഫ് ഇൻറ്റു അല്ലെ, അര ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ആ 2 പാരലൽ ലൈൻസിന്റെ ഇടയിലുള്ള ദൂരം ഇൻറ്റു എന്താ പറഞ്ഞത്? എ പ്ലസ് ബി എന്ന് പറഞ്ഞു അല്ലെ. ഈ എയും ബിയും എന്താ? എ ബി എന്ന് പറഞ്ഞാല് ട്രപ്പീസിയത്തിന്റെ പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആണ് എയും ബിയും. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷന്റെ ഓരോരോ കാര്യങ്ങളും എ എന്താണ്, ബി എന്താണ്, എച്ച് എന്താണെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും ഇക്വേഷനിലേക്ക് എത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിലേക്ക് എത്താൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇക്വേഷന്റെ അകത്തുള്ള ഓരോ ടേമും എന്താണെന്ന് കുട്ടികൾ ആദ്യം എന്താക്കണം, മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ എന്റെ മക്കൾക്ക് ഇതാ ഈ ഒരു കാര്യം, ഈ ഒരു ഇക്വേഷൻ എന്താണ്, എവിടെയാണ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ എ അറിയാം, ഇപ്പൊ ബി അറിയാം, എച്ച് എന്താണെന്ന് അറിയാം. അപ്പൊ നമുക്ക് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ സുഖമായിട്ട് കണ്ടുപിടിക്കാം. സെറ്റാണ്. അപ്പൊ ഞാൻ നേരത്തെ തന്ന ആ ഒരു പ്രോബ്ലം ഒന്നുകൂടെ നോക്കിയാലോ? നീ നോക്കിക്കേ, ഇതിന്റെയാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത് അല്ലെ.
നോക്കിക്കേ, ഇവിടെ എ എന്ന് പറഞ്ഞ പോർഷനും തന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞ പോർഷനും തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി ആണ്. ഈ എ ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇവിടെ പാരലൽ ആയിട്ടുള്ള രണ്ട് ലൈൻസ് ആയിരുന്നു, അതിവിടെ തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ എച്ച് തന്നിട്ടുണ്ടോ? നോക്കിക്കേ എന്റെ കൂട്ടല, രണ്ട് പാരലൽ ലൈൻസിന്റെ ഇടയിലുള്ള ദൂരം തന്നിട്ടുണ്ടോ? ഇവിടെയുള്ള ഡിസ്റ്റൻസ്, ദൂരം എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ആയിട്ട് വരും അല്ലെ. ഈ ഒരു ഹൈറ്റ് തന്നാ മതി. അത് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? അവിടെയുള്ള ഹൈറ്റ് കണ്ടുപിടിക്കണം. ആ ഹൈറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഏരിയയിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ആദ്യം മിസ് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു എന്ത്? അവിടെ രണ്ട് ട്രയാങ്കിൾസ് ആക്കിയിട്ടുണ്ട്. അതിലൊരു ട്രയാങ്കിള് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അല്ലേടാ. മിസ് ഇത് അവിടെ ഇങ്ങനെ മുറിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. മുറിച്ച് കാണിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും താഴെ ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പൊ മട്ടത്രികോണത്തിന് മാത്രം സൈഡ്സ് കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇക്വേഷൻ. എന്റെ കുട്ടികൾ പഠിച്ച തിയറം ആണ്. ഏതായിരുന്നു ആ തിയറം? നിങ്ങൾ പഠിച്ച തിയറം ആണ് പൈതഗോറസ് തിയറം അല്ലെ. ആ പൈതഗോറസ് തിയറം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ മട്ടത്രികോണത്തിന്റെ ഈ ഒരു മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ എന്റെ കുട്ടികൾ പഠിച്ച കാര്യമായതുകൊണ്ട് മിസ് അതൊന്ന് സ്പീഡിൽ പറയാം. ആ പൈതഗോറസ് തിയറം എന്താണെന്ന് എന്റെ കുട്ടികൾക്ക് അറിയാം. എന്താ പൈതഗോറസ് തിയറം വെച്ചിട്ടുള്ള ഇക്വേഷൻ എന്തായിരുന്നു? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ. അല്ലെങ്കിൽ എന്താ പറയാ? ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ഹൈറ്റിന് നിങ്ങൾക്ക് ഓൾട്ടിറ്റ്യൂഡ് എന്നും പറയാം കേട്ടോ. ഓക്കെ, ഹൈറ്റ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഒക്കെ നിങ്ങൾ പഠിച്ച കാര്യമാണ്. ഇവിടെ നോക്കിക്കാൻ നിങ്ങൾ ഈ മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇതാണ് എന്ത്? ബേസ് അല്ലെ. ഏറ്റവും ചെറിയ സൈഡാണ് ബേസ്. അപ്പൊ ഇവിടെ എന്തിനാ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്? ബേസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കിയുള്ള എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെ കണ്ടുപിടിക്കണം? അവിടെ ബേസിനെ കണ്ടുപിടിക്കണം. അപ്പൊ മിസ് ബേസിനെ കണ്ടുപിടിക്കാൻ പോവാണ്. എന്റെ കുട്ടികൾ മിസ്സിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക? ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, അപ്പൊ ബേസിന് ഞാൻ ബി എന്ന് ഒരു ഷോർട്ട് ഫോം ആയിട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പൊ ബേസിന്റെ സ്ക്വയർ കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയറിൽ നിന്നും ഹൈറ്റിന്റെ സ്ക്വയർ എന്ത് ചെയ്യാടാ? മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ഹൈപ്പോട്ടന്യൂസിനെയാണ് എന്താക്കിയത്? കർണത്തിനാണ് എച്ച് വൈ എന്ന് എഴുതിയത്, ഹൈറ്റ് ആണ് ഇവിടെ എച്ച് എന്ന് മാത്രം എഴുതിയത് കേട്ടോ. അപ്പൊ അത് ഒരു കുട്ടികൾ എന്ത് ചെയ്യുക? ആ ഒരു രീതിയിൽ മിസ് കൊടുത്ത ഷോർട്ട് ഫോം എന്താണെന്നുള്ളത് ക്ലിയർ ആക്കിയാൽ മാത്രം മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷനിലേക്ക് നമ്മൾ നമ്പർ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. വേഗം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ. ഇത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്താ? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാല് അത് 13 കാരണം 13 സെന്റിമീറ്റർ ആണ്. അപ്പൊ എന്ത് കാണണം? ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 13 സ്ക്വയർ അല്ലെ. ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാല് 13 സ്ക്വയർ മൈനസ് ഹൈറ്റ് തന്നിട്ടുണ്ടോടാ? ഇവിടെ ഹൈറ്റ് തന്നിട്ടുണ്ട്. എത്രയാ? 12 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 12 സ്ക്വയർ എന്താക്കിയാൽ മതി? മൈനസ് ചെയ്താൽ മതി. ഇനി വേഗം കിട്ടില്ലേ? ബേസ് സ്ക്വയർ ഈക്വൽ ടു 13 സ്ക്വയർ. 20 വരെയുള്ള സ്ക്വയേഴ്സ് നിങ്ങൾ ബൈ ഹാർട്ട് ആക്കി പഠിക്കണം എന്ന് ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 20 വരെയുള്ള സ്ക്വയേഴ്സിന്റെ കൂട്ടൊക്കെ നല്ല രീതിയിൽ അറിയുന്നതുകൊണ്ട് തന്നെ 13ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വേഗം എന്നെ കൂട്ടൊക്കെ കിട്ടും. എത്രയാ? 169 ആണ് അല്ലെ. 169 ആണ്. അപ്പൊ 169ൽ നിന്നും 144 മൈനസ് ചെയ്യണം. വേഗം ഒന്ന് മൈനസ് ചെയ്ത് നോക്കിക്കേ. എത്ര വരും? ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ രണ്ടുകൂടെ മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് 25 എന്ന് കിട്ടും. അപ്പൊ നോക്കിക്കേ, നേരത്തെ നിങ്ങൾ മുന്നേ പഠിച്ചൊരു കാര്യമാണ്. ഇവിടെ ബേസ് സ്ക്വയർ അല്ലെ, ബി സ്ക്വയർ ഈക്വൽ ടു എത്രയാ കിട്ടിയത്? 25 എന്ന് കിട്ടി. പക്ഷെ എനിക്ക് ബി സ്ക്വയർ ആണോ വേണ്ടത്? അല്ല, എനിക്ക് ബി മാത്രം മതി. ഈ സ്ക്വയർ എനിക്ക് വേണ്ട. അപ്പൊ ഞാൻ ഈ സ്ക്വയർ എന്ത് ചെയ്യണം? ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം. വേണ്ടേ? അപ്പൊ ഈ സ്ക്വയർ ഈക്വൽ ടു ഇവിടേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും എടാ? റൂട്ട് ആയിട്ട് മാറും. അപ്പൊ ബി ഈക്വൽ ടു √25 ആയിട്ട് വരും അല്ലെ. √25 എത്രയാ? √25. സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും ബി ഈക്വൽ ടു 5 സെന്റിമീറ്റർ ഇല്ലേ. 5 സെന്റിമീറ്റർ കിട്ടി. ഹൈറ്റ് കിട്ടി നമുക്ക്. ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ബേസ് ആണെങ്കിലും അത് ആ ട്രപ്പീസിയത്തിന്റെ ഹൈറ്റ് ആണ്. അപ്പൊ അവിടെ കിട്ടി എനിക്ക് എത്ര? 5 സെന്റിമീറ്റർ ഹൈറ്റ് കിട്ടി. ഹൈറ്റ് 5 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. അതേപോലെ തന്നെ എയും ബിയും ഏതൊക്കെയാ? ഒന്ന് 4 സെന്റിമീറ്ററും ഒന്ന് 12 സെന്റിമീറ്റർ അല്ലെ. 12 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വേഗം നമ്മൾ ഏരിയയുടെ ഇക്വേഷനിലേക്ക് കൊടുത്താൽ മതി. അപ്പൊ ഏരിയയുടെ ഇക്വേഷൻ അപ്പോഴത്തേക്ക് മറന്നുപോയോ എന്റെ കുട്ടികളോട്? ഇല്ലല്ലോ. അപ്പൊ ഏരിയ ഈക്വൽ ടു എന്ത് വരുടാ? ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി ആയിരുന്നു. ഇവിടെ എച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 5 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി.
എ എന്ന് പറഞ്ഞാല് 4 സെന്റിമീറ്റർ ആണെന്നും ബി എന്ന് പറഞ്ഞാൽ 12 സെന്റിമീറ്റർ 12 സെന്റിമീറ്റർ ആണെന്നും ആദ്യമേ അറിയുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ വേഗം എന്ത് ചെയ്താൽ മതി? ഇനി സ്പീഡായിട്ട് ദാ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഹാഫ് ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ 5 അല്ലെ, 5 ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 4 + 12 എന്ന് വരും അല്ലെ, 4 + 12. ഓക്കെ, അപ്പൊ റെഡി ആയിട്ട് എന്ത് ചെയ്യാ? ഞാൻ ആദ്യം ബ്രാക്കറ്റിന്റെ ഉള്ളിൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെയ്യുവാണെങ്കിൽ എപ്പോഴും പ്രോബ്ലം ചെയ്യുവാണെങ്കിൽ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ സംഖ്യകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അവിടെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള സംഖ്യകൾ എന്ത് ചെയ്തു? ഞാൻ പ്ലസ് ചെയ്തു, കൂട്ടി നോക്കി. അപ്പൊ എന്താ വരുക? ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 4 12 കൂടെ കൂട്ടിയാൽ എത്ര വരും ഇവിടെ? 16 16 എന്ന് വരും അല്ലെ. അപ്പൊ 16 നിന്നും 2 നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം അല്ലെ. 16 2 എത്ര തവണ പോകും? 8 തവണ പോകും, 8 തവണ പോകും. ബാക്കി ആരൊക്കെ ഉണ്ട് ഇവിടെ? 5 ഇൻറ്റു 8 മാത്രമേ ഉള്ളൂ. 5ഉം 8ഉം മാത്രമേ അവിടെ ബാക്കിയുള്ളൂ അല്ലെ. അപ്പൊ 5 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ എത്ര വരും ഇവിടെ? 40 സെന്റിമീറ്റർ സ്ക്വയർ. യൂണിറ്റ് ശ്രദ്ധിക്കണം, സെന്റിമീറ്റർ സ്ക്വയർ ആയി ഏരിയ ആണ് ഇവിടെ കണ്ടുപിടിച്ചത്. അപ്പൊ യൂണിറ്റ് ശ്രദ്ധിക്കണം. അതേപോലെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. കിട്ടിയിട്ടില്ലെങ്കിൽ അത് ആദ്യം കണ്ടുപിടിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെ ഒരു പ്രോബ്ലം അവിടെ തന്നാല് എന്റെ മക്കൾ എന്ത് ചെയ്യോ? ഓടി വന്നിട്ട് കമന്റ് ബോക്സിൽ ആൻസർ പറയണം. പക്ഷെ ഇതിനേക്കാൾ സിമ്പിൾ ആയിരിക്കും, കാരണം നിങ്ങൾക്ക് എന്തില്ല, ഹൈറ്റ് ഒന്നും കണ്ടുപിടിക്കാനില്ല. അതൊക്കെ നേരിട്ട് മിസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഹൈറ്റ് തന്നിട്ടുണ്ട്, അതേപോലെ എയും ബിയും പാരലൽ ആയിട്ടുള്ള 2 ലൈൻസിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നേരെ ഓടി ചെന്നിട്ട് ഇക്വേഷനിലേക്ക് ഈ ഒരു വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ പറയണം. അപ്പൊ ആരാണ് ആദ്യം കമന്റ് ബോക്സിൽ ആൻസർ പറഞ്ഞേ നോക്കും. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഒരുപാട് പേര് കമന്റ് ബോക്സിൽ ആൻസർ പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്റെ കുട്ടികൾ എന്ത് ചെയ്യുക? ഇതേപോലത്തെ പ്രോബ്ലം, ഈ ഒരു ട്രപ്പീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെറൈറ്റി പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയാട്ടോ. അതൊക്കെ ആയിട്ട് മിസ് അടുത്തൊരു ക്ലാസ്സിൽ വരാം. അതുവരെ ബൈ ബൈ.